പഴയകാലത്ത് പശു, ആട് ഇവയൊക്കെ അതിൻ്റെ ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രാചീനർ വകതിരിച്ചത്. പഴയതും പുതിയതുമായിട്ടുള്ള വ്യത്യാസം, പഴയത് ധർമ്മം, ആവശ്യം, ഉത്തമമായ അനുഭവം ഇവയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രാചീനൻ ചിന്തിച്ചത്. അവിടെ ഏറ്റവും പ്രാധാന്യം കൊടുത്തത് ജീവനാണ്. ജീവനെ ആധാരമാക്കി അതിൽ ഏറ്റവും ഉയർന്ന ജീവൻ എന്നുള്ള കണക്കിന് മനുഷ്യജീവനെ ഏറ്റവും പ്രാധാന്യമുള്ളതും അതിനോട് അടുത്തു നിൽക്കുന്ന ജീവികളെ, അവയുടെ ജീവനുകളെ അനന്തര പ്രാധാന്യമുള്ളതും. ജീവന് പ്രാധാന്യം കൊടുത്ത് ഉളവായ ഒരു സമൂഹം. അതാണ് ഭരണത്തിൽ രാജാക്കന്മാരും ഭരണനിർവഹണം നടത്തുന്ന ന്യായാധിപന്മാരും ഒക്കെ ആദ്യം പ്രാധാന്യം കൊടുക്കുന്നത് ജീവനായിരുന്നു. ആ സൊസൈറ്റി മാറി മറിയുകയാണ് ചെയ്തത് കാലാന്തരത്തിൽ. അന്നും അത്യപൂർവമായി ചിലർ ജീവന്റെ പ്രാധാന്യത്തെ നിഷേധിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് എക്സെപ്ഷനായിരുന്നു. ജീവനെ അപ്രധാനമാക്കിക്കൊണ്ടുള്ള ഒരു സമൂഹ ഘടന ആധുനികമാണ്. സ്വന്തം ജീവനെ പോലും തൃണവൽഗണിച്ചുകൊണ്ട് ഭാരതം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ജീവനെയാണ്. അതുകൊണ്ടാണ് ഭാരതീയ രാജാക്കന്മാർ അപൂർവം രാജാക്കന്മാരെ മാറ്റി നിർത്തിയാൽ പ്രതിരോധ രംഗത്ത് ധനമധികം ചെലവാക്കിയിരുന്നില്ല. ഇന്ന് ലോകരാഷ്ട്രങ്ങൾ ഏറ്റവും അധികം പണം ചെലവാക്കുന്നത് പ്രതിരോധ രംഗത്താണ്. കാരണം എല്ലാ രാജാക്കന്മാരും ആധുനികരായവർ, ജനാധിപത്യത്തിലെ ഇന്ന് ജനാധിപത്യമാണ് ലോകമെന്നും, രാജഭരണത്തിൽ പോലും പ്രതിരോധ രംഗത്ത് പണം ചെലവാക്കാതിരിക്കുമ്പോൾ കൊട്ടിഘോഷിച്ചു വന്ന ജനാധിപത്യത്തിലും സോഷ്യലിസത്തിലും കമ്മ്യൂണിസത്തിലും ഏറ്റവും അധികം ധനം ചെലവാക്കുന്നത് പ്രതിരോധത്തിലൂന്നിയും ആയുധ ഗവേഷണത്തിനുമാണ് എന്നത് ഇനിയും നിങ്ങളോ നിങ്ങളുടെ ബുദ്ധിജീവികളോ ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല. ഇത് വളരെ വിചിത്രമായ ഒരു തഥ്യയാണ്. കയറിയിരുന്നുള്ളൂ. കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ കൂടെ ചിലർ കയറി പോരുമ്പോൾ നിങ്ങളുടെ ഏകാഗ്രത പോകും. അല്ലെങ്കിൽ കയറിയിരുന്നു കഴിഞ്ഞാൽ പിന്നെ ആ ബുദ്ധിമുട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് ചിന്താശേഷി ഉണ്ടെങ്കിൽ ചിന്തിച്ചു നോക്കുക. രാജഭരണത്തിൻ്റെ ന്യൂനതകളെ മാറ്റുന്നതിനാണ് ജനാധിപത്യം വന്നതെങ്കിൽ ലോകമെമ്പാടും ജനാധിപത്യ ഭരണകൂടങ്ങൾ വന്നതിനു ശേഷം മാത്രമാണ് അണുബോംബുകളും മറ്റുള്ളവയുമൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത്.
കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും അധികം ഗവേഷണം ആണവ വിസ്ഫോടനത്തെക്കുറിച്ച് നടത്തിയിട്ടുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. രാജഭരണത്തിന്റെ അവക്ഷിപ്തങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ലാത്ത രാജ്യങ്ങളിൽ മാത്രമാണ് ഇന്നും ആ ഗവേഷണങ്ങൾ പിന്നാമ്പുറങ്ങളിലുള്ളത്. ഇതേക്കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്കിവിടെ അല്പേ ആവശ്യമുള്ളൂവെങ്കിലും ആ തഥ്യം നിങ്ങൾക്ക് മനസ്സിലായാൽ മാത്രമേ ഇതിൻ്റെ പൊരുൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് പറഞ്ഞതാണ്. കാരണം പഠിക്കാൻ പോകുമ്പോൾ പഴയ മനസ്സെന്താണ് എന്ന് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ പൊരുൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. അല്ല പുസ്തകം വായിച്ചൊന്നും ഇത് മനസ്സിലായി എന്ന് വരികയില്ല. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി കൊട്ടിഘോഷിക്കുന്നത് അമേരിക്കയാണ്. ജനാധിപത്യ രാജ്യമായ അമേരിക്ക ഒരു വർഷം ആ രാജ്യത്തിലെ ജനങ്ങൾ പട്ടിണി കിടന്നാൽ പോലും അന്യരാജ്യങ്ങളെ ആക്രമിക്കുവാനോ അന്യരാജ്യങ്ങളിൽ വിൽക്കുവാനോ അന്യരാജ്യങ്ങളെ അക്രമത്തിലേക്ക് പ്രോത്സാഹിപ്പിക്കുവാനോ വേണ്ടി ചെലവാക്കുന്ന പണം കണക്കറ്റതാണ്. ആ രാജ്യത്തെ കണ്ടാണ് എല്ലാ ജനാധിപത്യ രാജ്യങ്ങളും ഈ നിലയിൽ മുന്നേറുന്നത്. ഈ ജനാധിപത്യ രാജ്യങ്ങളിൽ നിന്നുണ്ടാക്കുന്ന ആയുധങ്ങൾ തന്നെയാണ് ലോകത്തെ ഭീകരർ മുഴുവൻ കൈകാര്യം ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുള്ള വിഷയങ്ങളാണെങ്കിൽ ഞാൻ നീട്ടേണ്ടതില്ല. ചിന്തിച്ചിട്ടുണ്ടാവും. ഇല്ല. കാലം മുന്നോട്ട് ചെന്നപ്പോൾ രാജാക്കന്മാരെക്കാൾ നീചരാണ് ജനാധിപത്യ ഭരണാധികാരികളെന്ന് കാണുന്ന വിധമാണ് കാര്യങ്ങൾ പോകുന്നത്. രാജഭരണത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്തത് ജീവനാണ്. ജീവന് പ്രാധാന്യം കൊടുത്തതുകൊണ്ട് തന്നെയാണ് ആശയങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ പരാജയപ്പെടുന്ന രാജ്യം കൈമാറിക്കൊടുക്കണമെന്നുള്ള വിധിയൊക്കെ വന്നത്. ഭാരതത്തിൽ അത്തരം ഉദാഹരണങ്ങൾ ഒട്ടേറെയാണ്. അമേരിക്കയെ പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. ലോകത്ത് കുടിയേറ്റക്കാരൻ്റെ രാജ്യമാണ് അമേരിക്ക. ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വിധം മണ്ണിനോടും വിണ്ണിനോടും ബന്ധമില്ലാതാക്കിയത് കുടിയേറ്റ മനസ്സുകളാണ്. ആശയങ്ങളിലേക്കുള്ള കുടിയേറ്റം, ആദർശങ്ങളിലേക്കുള്ള കുടിയേറ്റം, മതങ്ങളിലേക്കുള്ള കുടിയേറ്റം, ദർശനങ്ങളിലേക്കുള്ള കുടിയേറ്റം, സംസ്കൃതികളിലേക്കുള്ള കുടിയേറ്റം, ആചാരങ്ങളിലേക്കുള്ള കുടിയേറ്റം, ദേശങ്ങളിലേക്കുള്ള കുടിയേറ്റം എല്ലാം അന്തസത്തയെ ഇല്ലാതാക്കുകയും കുടിയേറ്റ മനസ്സുകൾ സർവത്ര നാശത്തിൻ്റെ വിത്ത് വിതയ്ക്കുകയും ചെയ്യുന്നുവെന്ന ഒരു സത്യം ഇനിയും ദാർശനികന്മാർ ഉൾക്കൊണ്ട് കഴിഞ്ഞിട്ടില്ല.
കുടിയേറുന്നവന്റെ സ്വന്തം തട്ടകങ്ങൾ നശിക്കുന്നുവെന്നും കുടിയേറുന്നവൻ കുടിയേറുന്നിടത്ത് നാശം വിതയ്ക്കുന്നുവെന്നുമുള്ള ചരിത്രപരമായ സത്യത്തെ ഇനിയും നാം ഉൾക്കൊണ്ട് കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഇടയിൽ നാടുവിട്ട് വളരെ വിദേശങ്ങളിൽ പോയി ജോലി ചെയ്യുന്നവർ സാമ്പത്തികം വരുത്തുന്നു എന്ന നിലയിൽ ഗവൺമെൻറ്റുകളും കാണുന്നവരും എല്ലാം ഒരുപാട് വാഴ്ത്താറുണ്ട്. അവരുടെ ധനം കൊണ്ടാണ് മതങ്ങൾ വളരുന്നത് എന്നുള്ളത് കൊണ്ട് മതങ്ങളും അതിനെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. സ്വന്തം കുഞ്ഞുങ്ങളോടൊപ്പം, സ്വന്തം ഭാര്യയോടൊപ്പം, സ്വന്തം അച്ഛനമ്മമാരോടൊപ്പം വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രം കഴിയുന്ന അവരുടെ ഹൃദയത്തിന് വികാസമില്ലാതാവുകയും ബുദ്ധിക്ക് വികാസം ഉണ്ടാവുകയും ധനത്തെ മാത്രം ആസ്പദമാക്കിയൊരു സാമൂഹിക രചനയ്ക്ക് അവർ ഒരുങ്ങുകയും ചെയ്യുന്നു എന്ന് വരുമ്പോൾ സ്വന്തം ചുറ്റുപാടുകളുടെ നാശമാണ് അവരൊരുക്കുന്നത് പലപ്പോഴും. ധനപരമായ വളർച്ച എന്നൊന്ന് മാറ്റിവെച്ചാൽ ബാക്കി എല്ലാ തരത്തിലുമുള്ള വിനാശമാണ് അത് നമുക്ക് തരുന്നത്. അത് ധർമ്മസംഹിതകളെ മുഴുവൻ കാറ്റിൽ പറത്തും, മൊറാലിറ്റിയെ പൂർണ്ണമായി ഇല്ലാതാക്കും. വ്യക്തിയും വ്യക്തിയും തമ്മിലുള്ള ബന്ധവും ആവശ്യവും ചർച്ചയും അതില്ലാതാക്കും. പക്ഷെ ധനം ഉണ്ടാവും. ഒറ്റ കേൾവിയിൽ ഒരിക്കലും നിങ്ങൾക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേട്ട് നല്ലപോലെ ആലോചിച്ചിട്ട് പറയണ്ട. നിങ്ങളുള്ളിൽ വിചാരിച്ചാൽ മതി ഏതാണ് ശരി. ഏത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു അത് സ്വീകരിക്കുകയും മറുപടി നിങ്ങൾക്ക് ഒന്നേ പറയാൻ പറ്റുള്ളൂ, ഞാൻ പറയുന്നത് തെറ്റാണെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കുടിയേറ്റത്തോട് ബന്ധപ്പെട്ടവരാണ്. തനിക്ക് ബന്ധമുള്ളതിനെ ന്യായീകരിക്കുക എന്നുള്ളത് ലോകത്തിലെവിടെയും നീതിയാണ്. എല്ലാ മതങ്ങളും എല്ലാ ജാതികളും എല്ലാ സംഘടനകളും എല്ലാ ഉയർച്ചയെ ആഗ്രഹിക്കുന്നവരും ബന്ധപ്പെട്ടതാണ് കുടിയേറ്റം, ഞാൻ ഉൾപ്പെടെ. അത്തരമൊരു സമൂഹത്തിൽ അത്തരമൊരു സാമൂഹ്യ രചനയിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അതിന് തർക്കവും സംശയവുമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, സംസ്കാരങ്ങളിലേക്കുള്ള കുടിയേറ്റം, മതങ്ങളിലേക്കുള്ള കുടിയേറ്റം, ജാതികളിലേക്കുള്ള കുടിയേറ്റം ഒക്കെ പഴയ കാലത്ത് അത് അനുവദിച്ചിരുന്നതില്ല. ഒരുതരം അനുഷ്ഠാനങ്ങളിൽപ്പെട്ടവർ, ഒരു ദേശത്തുള്ളവർ, വിവാഹാദി നിയമങ്ങളിൽ പോലും ഒരു നദിക്ക് അപ്പുറത്തുള്ള ആളുകൾ ഇപ്പുറത്തുള്ള ആളുകളെ വിവാഹം കഴിക്കാൻ അനുവദിച്ചിരുന്നില്ല. കാരണം അതൊരു കുടിയേറ്റമാകുമെന്നും ആ കുടിയേറ്റം അനുഷ്ഠിച്ചു പോരുന്ന മര്യാദകളെ ഉല്ലംഘിക്കുമെന്നും ചേർച്ചയില്ലായ്മയും സംഘർഷവുമായി ജീവിതം പോകുമെന്നും പ്രാചീനൻ വിശ്വസിച്ചിരുന്നു. പദം നല്ലത് അതാണെന്ന് തോന്നുന്നു, വിശ്വസിച്ചിരുന്നു.
മതപരമായ ഒരു ആചാരം വെച്ച് പുലർത്തുന്ന ആളുകൾ മറ്റൊരു ആചാര ഘടനയിലേക്ക് മാറാൻ ചെന്നാൽ സ്വീകരിച്ചിരുന്നില്ല. ഇന്നെല്ലാ മതങ്ങളും മറ്റുള്ളവയിൽ നിന്ന് സ്വീകരിക്കാനാണ് വെമ്പൽ കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ മതങ്ങളും ആക്ഷേപത്തിന് പാത്രമാകുന്നത്. അന്തസാരവിഹീനമാകുന്നത്. ആചാരങ്ങളുടെ സമ്മിശ്രണമുണ്ടാകുന്നത്. ഒരു മതത്തിനും ഇന്ന് തനതായ ഒരു ആചാരം അവകാശപ്പെടാനില്ല. ഒരു മതത്തിനും ഇന്ന് നന്മ അവകാശപ്പെടാനില്ല. അതിൻ്റെയൊക്കെ കാരണം ഇതാണ്. ഒരു കാലത്ത് എല്ലാ മതങ്ങളും നന്മ മാത്രമായിരുന്നിടത്ത് തിന്മകളുടെ സമ്മിശ്രണത്തിന് കാരണമായത് കുടിയേറ്റം മാത്രമാണ്. കുടിയേറ്റ സംഹിതയുടെ ഏറ്റവും വലിയ രൂപമാണ് അമേരിക്ക. എല്ലാത്തിൽ നിന്നും കുടിയേറിയ, എല്ലാ ധർമ്മങ്ങളെയും കാറ്റിൽ പറത്തിയ, ഏറ്റവും നീചമായ തരത്തിൽ ആദിമനിവാസികളോട് പെരുമാറിയ, മണ്ണിനെയും വിണ്ണിനെയും അംഗീകരിക്കാത്ത ഭരണകൂടമുളവായ ഒരു രാജ്യം, ആദ്യത്തെ ജനാധിപത്യ രാജ്യമെന്നൊരു പക്ഷെ പറയാവുന്നത് അമേരിക്കയെയാണ്. നിങ്ങൾ ചരിത്രത്തിൽ വളരെ അഭിമാനത്തോടുകൂടി 1774 പഠിച്ചിട്ടുണ്ടാവും. ഹാരിയറ്റ് ബീച്ചർ സ്റ്റോവിൻ്റെ അങ്കിൾ ടോംസ് ക്യാബിനും തുടർന്നു വന്ന അമേരിക്കൻ വിപ്ലവവും അതിനെ തുടർന്ന് ബോസ്റ്റൺ ടീ പാർട്ടിക്കുമെല്ലാം ശേഷം രൂപം കൊണ്ട അമേരിക്കൻ ഭരണകൂടവും അബ്രഹാം ലിങ്കണും ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ എന്ന ലിങ്കന്റെ തന്നെ നിർവചനത്തോടു കൂടിയ ജനാധിപത്യവും ഒക്കെ മനോഹരമായി പഠിച്ച നിങ്ങൾക്ക് അത് കാണാതെ പഠിക്കുന്നതിനപ്പുറം ചിന്താശേഷി വികസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുക. ഈ കുടിയേറ്റക്കാർക്കപ്പുറം അമേരിക്ക എന്ന രാജ്യത്തിൽ അമേരിക്കക്കാരായുണ്ടായിരുന്നവരെ കുറിച്ചുള്ള ചരിത്രം എവിടെയാണ്? എൻ്റെ ചോദ്യം മനസ്സിലായോ എന്നറിയില്ല. എബ്രഹാം ലിങ്കൺ അങ്ങനെയുള്ള ഒരു ആദിവാസിക്ക്, ഒരു മൂപ്പന് ഭൂമി കയ്യേറുന്നതിന് വേണ്ടി, ഗവൺമെൻറ് ഉടമയിൽ കയ്യേറുന്നതിന് വേണ്ടി അയക്കുന്ന ഒരു കത്തുണ്ട്. അതിന് അയാൾ കൊടുത്ത മറുപടി ഇന്നും അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ മുകളിൽ തൂങ്ങുന്നുണ്ട്. ഭൂമി ആരുടേതാണ്, അമ്മയെ എങ്ങനെയാണ് വെട്ടിമുറിക്കുന്നത് എന്നെല്ലാം ചോദിച്ച് വൈദിക സൂക്തം പോലെ അയാൾ എഴുതിയ ഒരു കത്തുണ്ട്. മാതൃഭൂമി ഒരിക്കൽ പബ്ലിഷ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. നെറ്റിലുണ്ടോ? മാതൃഭൂമി പബ്ലിഷ് ചെയ്തിരുന്നു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്ക സന്ദർശിച്ചിട്ട് വിഷ്ണു നാരായണൻ എന്ന കവി വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹമാണ് അത് ആദ്യം പറഞ്ഞതെന്ന് തോന്നുന്നു. കേരളത്തിൽ എന്നാണ് മാതൃഭൂമി അതിനെക്കുറിച്ച് എഴുതിയത്.
കുടിയേറ്റ മനസ്സുകൾ, കുടിയേറ്റക്കാരൻ എപ്പോഴും ഭയത്തിലാണ്. ഭയപ്പെടുന്ന കുടിയേറ്റക്കാരൻ തനിക്ക് ചുറ്റുമുള്ളവരെ മുഴുവൻ കാണുന്നത് എന്നും ശത്രുക്കളായ. മനസ്സ് ശത്രുവിനെ സൃഷ്ടിക്കുകയും ശത്രുവിനെ കാണുകയും ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ശത്രുവിനെ നേരിടേണ്ടത് അനിവാര്യമാണ്. അതിന് ആയുധങ്ങൾ സജ്ജീകരിക്കേണ്ടതും എതിരാളിക്ക് ഇല്ലാത്ത തരം ആയുധങ്ങളെ അന്വേഷിക്കേണ്ടതും അനിവാര്യമാണ്. കുടിയേറ്റ മനസ്സില്ലാത്തവന് ശത്രുവില്ല ലോകത്ത്. താനിവിടുത്തെ അല്ലെന്നും താനിതിൻ്റെ അല്ലെന്നും തൻ്റേതല്ലിതെന്നും താനിത് കയ്യേറിയതാണെന്നും തൻ്റേതാക്കിയതാണെന്നുമുള്ള ഒരു ബോധമാണ് മനുഷ്യ മനസ്സിൽ ഭയവും സംഘർഷവും ഏറ്റുമുട്ടലിനുള്ള ഭാവവും ഉണ്ടാക്കുന്നത്. ഇത് സംസ്കാരങ്ങളിലേക്ക് കുടിയേറിയാലും മതങ്ങളിലേക്ക് കുടിയേറിയാലും ജാതികളിലേക്ക് കുടിയേറിയാലും സ്ഥലങ്ങളിലേക്ക് കുടിയേറിയാലും എവിടെ കുടിയേറിയാലും സംഭവം ഒന്ന് തന്നെയാണ്. ലോകത്ത് ആയുധമുണ്ടാക്കുന്നവൻ, ആയുധം സജ്ജീകരിക്കുന്നവൻ, യുദ്ധത്തിന് കോപ്പുകൂട്ടുന്നവൻ, പരദൂഷണം കുശുമ്പ് മുതലായവ പറഞ്ഞ് നീങ്ങുന്നവൻ, മാനസികവും ശാരീരികവും വാചികവുമായ ഹിംസയിലൂടെ നീങ്ങുന്നവൻ എല്ലാം തൻ്റേതായ ഉറച്ച ഭൂമിയിലല്ല നിൽക്കുന്നത്, അന്യൻ്റെ ഭൂമിയിലേക്ക് കുടിയേറിയവനാണ്. ഏതളവിലും നിങ്ങളും ഞാനും ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ സംശയം വേണ്ട, നമ്മൾ കുടിയേറ്റക്കാരാണ്. ഇത്തരൊരു മനസ്സ് നിങ്ങൾക്ക് മനസ്സിലായാൽ മാത്രമേ പൗരാണിക ഭാരതത്തിൻ്റെ സിദ്ധാന്തങ്ങൾ മനസ്സിലാവും. അതുകൊണ്ടാണ് പൗരാണിക ഭാരതത്തിൻ്റെ സിദ്ധാന്തങ്ങൾ ഇന്ന് അപ്രായോഗികമാണ് എന്ന് പലരും പറയുന്നതിൻ്റെ കാരണം ഇതാണ്. ഞാൻ നിർത്തിയത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് സംശയം കൊണ്ടാണ്. നിങ്ങൾ ഈ കഷ്ടപ്പെട്ട് വളരെ ദൂരെ നിന്നൊക്കെ വരുന്നവരാണ്. മുമ്പാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് പറഞ്ഞു തരികയാണ്. അപ്പം നിങ്ങൾക്ക് വലിയ നഷ്ടമില്ല. ഈ വണ്ടിക്കൂലിയൊക്കെ മുടക്കി വളരെ ദൂരെ നിന്നൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാത്ത എന്തൊക്കെയോ പറഞ്ഞു കേട്ടിട്ട് നിങ്ങൾ പോയി. അത് വേണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ചുരുങ്ങിയ പക്ഷം ചിന്തനീയമെങ്കിലുമാണെങ്കിൽ ഞാൻ തുടരാം. കാരണം നിങ്ങൾ ഇതുവരെ പഠിച്ചും ഉറച്ചും വെച്ച കാര്യങ്ങളാണ് ഞാൻ പിടിച്ചളക്കുന്നത്. അത് സഹിക്കാവുന്ന കാര്യമൊന്നുമല്ല. Am I right? ഉറപ്പുള്ള കാര്യങ്ങളെ ഇളക്കരുതെന്നാണ് ആളുകൾ പറയുന്നത്. നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമാണ്. ലിംഗനയൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ, വിഗ്രഹങ്ങൾ ഉടയ്ക്കുക എന്ന് പറയുന്നത് സഹിക്കാവുന്ന കാര്യമൊന്നുമല്ല. Am I right? നേരുണ്ടോ? ഞാൻ അതിലേക്ക് പോകുന്നില്ല. കാരണം ഏത് കുടിയേറ്റവും ഹിംസ നടത്തുന്നതാണ്. കുടിയേറ്റം, ഞാൻ ഒരാശയത്തിൽ കുടിയേറിയാൽ ആ ആശയത്തെയാണ് ഞാൻ നശിപ്പിക്കുക. ഞാൻ കുടിയേറി ചെല്ലുന്നതിനെ ഞാൻ നശിപ്പിക്കും. ഞാൻ വേറൊരിടത്തുനിന്ന് കുടിയേറുമ്പോൾ അവിടെയും നാശമുണ്ട്. അതാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത്.
ധനമുണ്ടാവും. ശാന്തമായി, സ്വസ്ഥമായി, ലളിതമായി ജീവിക്കാൻ അറിയാതെ വരുമ്പോഴാണ് ധനത്തിലോ മറ്റുള്ളതിലോ മോഹം വരുമ്പോൾ കുടിയേറാനുള്ള പ്രവണതയുണ്ടാകുന്നത്. കുടിയേറിയിട്ട് ധനവുമായി എത്തുമ്പോൾ ആ ധനം ഒരിക്കലും ജീവസന്ധാരണത്തിന് ഉപയോഗിക്കില്ല. മനസ്സു മാറുകയും അഹങ്കാരം വർദ്ധിക്കുകയും താൻ കുടിയേറിയിടത്ത് കണ്ടെത്തിയിട്ടുള്ള നാശോന്മുഖങ്ങളായ കാര്യങ്ങൾ മുഴുവൻ ചെയ്യാൻ ആഗ്രഹമുണ്ടാവുകയും ഒക്കെ ചെയ്യും. അതിനൊപ്പം ഓടാൻ ലളിതമായി ജീവിച്ചവർക്ക് പറ്റാതെ വരുമ്പോഴുണ്ടാകുന്ന അവരിലേക്ക് ഞാൻ കടത്തിവിടുന്ന ഇൻഫീരിയോറിറ്റി, അധസ്ഥിത മനോഭാവം, അത് വളരെ വലുതുമായിരിക്കും. മനസ്സിലായില്ലെങ്കിൽ ഉദാഹരണവുമാകാം. മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടംപോലെ ഉദാഹരണം. ഞാൻ നാളെ രാവിലെ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക്, ഇംഗ്ലണ്ടിലേക്ക് ഒരു വിസ എടുത്ത് അവിടെ ഒരു 15 പേര് അമേരിക്കയിൽ എൻ്റെ ഭക്തന്മാരായി കണ്ടെത്തി. ഞാൻ തന്നെ വിളിച്ചു പറഞ്ഞ് ഈ നാട്ടിലുള്ള 15 പേരോട് പറഞ്ഞു, അവിടെ ഒരു 15 പേരുണ്ട്, ഗ്രീൻ കാർഡുള്ള അമേരിക്കയിലുള്ള പൗരന്മാരായ എൻ്റെ ഭക്തന്മാർ 15 പേർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് കയറുകയാണ്. അവിടെ ചെന്നിറങ്ങി പ്രഭാഷണമെല്ലാം നടത്തി. അമേരിക്കയിൽ എനിക്കൊരു ആശ്രമവും ഉണ്ടാക്കി. അവിടുന്ന് കിട്ടാവുന്ന പണം സ്വരൂപിച്ച് ഞാൻ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് അമേരിക്കയിൽ ചെലവാക്കാനാണ് ആ പണം ഞാൻ വാങ്ങിച്ചത്. അമേരിക്കയിലെ ചപ്പാത്തിയുടെ വില, അമേരിക്കയിലെ ചോറിൻ്റെ വില, അമേരിക്കയിൽ യാത്ര ചെയ്യാനുള്ള ചാർജ്, ഇവരുടെ അടിസ്ഥാനത്തിലെ പണം അത് മൊഴി മാറ്റി ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ 60 ഇരട്ടിയാണ്. നമുക്ക് മനസ്സിലാവുമെന്നറിയില്ല. അമേരിക്കയിൽ നിന്ന് ഞാനൊരു ഫ്ലൈറ്റിൽ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ ആ രൂപ 60 ഇരട്ടിയായി മാറുമ്പോൾ ഇവിടെയുള്ള മറ്റ് സ്വാമിജിമാർക്ക് കടുത്ത ഇൻഫീരിയോറിറ്റി ഉണ്ടാക്കാൻ എൻ്റെ ആ പണം സഹായിക്കും. ആയിരങ്ങളെ അധസ്ഥിത മനോഭാവത്തിലേക്ക് എത്തിക്കുകയും അറിവോ അനുഷ്ഠാനമോ അല്ലാത്ത ആ ധനം കൊണ്ട് ഒരു വലിയ ഭക്തവൃന്ദത്തെ സ്വരൂപിക്കുവാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ദേശദ്രോഹപരങ്ങളും ജീവദ്രോഹപരങ്ങളുമായ നടപടിക്രമങ്ങൾക്ക് ഒരുങ്ങുവാനും ഭരണകൂടത്തെ വിലയ്ക്ക് വാങ്ങുവാനും ഒക്കെ ഈ കുടിയേറ്റം എന്നെ സഹായിക്കുമ്പോൾ ലോകത്തെ നാശം വിതയ്ക്കുന്നത് മുഴുവൻ കുടിയേറ്റമാണെന്നുള്ളത് തീർച്ചയാണ്. ഈ സാമ്പത്തിക ദർശനം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ പണം ഗവൺമെന്റുകൾ അവിടെ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ബാങ്ക് വഴി മാത്രമാക്കുകയും ബാങ്കിൽ വരുന്നതിന് അവിടെ ഉപയോഗിക്കാനുള്ള പണത്തിൽ കൂടുതലുള്ളത് ഇവിടെ എത്തുമ്പോൾ മൊഴിമാറ്റി കൊടുക്കുമ്പോൾ ഇവിടെ ഉപയോഗത്തിന് മാത്രം കൊടുക്കുകയും ബാക്കി പൊതുസ്വത്തായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഒരുവനും കുടിയേറ്റത്തിന് പോകില്ല.
എന്നിട്ടും കുടിയേറ്റത്തിന് പോകുന്നുവെങ്കിൽ അവൻ രാജ്യസ്നേഹിയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്നറിയില്ല. അവൻ തൊഴിലന്വേഷിച്ചു പോയവനാണ്. അല്ലാത്തവനൊന്നും തൊഴിലന്വേഷിച്ചു പോയവനല്ല, രാജ്യസ്നേഹിയല്ല, ഒന്നുമല്ല. ഇത് ഞാൻ സ്വാമിമാരെ ഉദാഹരണമാക്കി പറഞ്ഞതാണ്. ഇത് വിരളമാണ്. നിങ്ങളെ ഉദാഹരണമാക്കി പറഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ തൊഴിലെടുക്കാനാണ് അമേരിക്കയിൽ പോയത്. നഴ്സായി, എഞ്ചിനീയറായി, ഡോക്ടറായി. അവൻ പഠിച്ചത് ഇന്ത്യയിലാണ്. അമേരിക്കയിൽ ഒരുവൻ പഠിച്ച് ഡോക്ടറാകണമെങ്കിൽ അതിൻ്റെ ചെലവിനനുസരിച്ചാണ് ഡോക്ടറായി കഴിഞ്ഞുള്ള ശമ്പളം. മനസ്സിലായില്ല? ഇന്ത്യയിൽ ഒരുവൻ ഇന്ത്യയിൽ പഠിച്ച് ഡോക്ടറാകുമ്പോൾ ഇന്ത്യയിൽ പഠിച്ചതിനനുസരിച്ചാണ് ഇന്ത്യൻ ശമ്പളം. അമേരിക്കയിലെ കോടീശ്വരന്മാർക്ക് പോലും സ്വന്തം മക്കളെ അത്തരം ഉന്നത പഠനങ്ങൾക്ക് വിടാൻ സാമ്പത്തികം തികയില്ല. ഇവിടെ സാധാരണക്കാരന് പോലും ഉന്നത വിദ്യാഭ്യാസം നേടാൻ കഴിയും. എന്നിരിക്കെ ഇന്ത്യക്കാരൻ ഇന്ത്യൻ രീതികളെ നിന്ദിക്കുക തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയാണ് മഹത്വമായി കാണുന്നത്. ജനാധിപത്യത്തിൻ്റെ വളർച്ച കൊണ്ടാണ് അമേരിക്കയിൽ നിന്ന് പഠിപ്പ് പറ്റാതെ വരുന്നത്. ഇന്ത്യ രാജഭരണത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്ക് നീങ്ങിയിട്ട് അത്രയും ദൂരം ആകാത്തത് കൊണ്ടാണ് ഇപ്പോഴും പഠിക്കാൻ പറ്റുന്നത്. ഓരോ വർഷം ചെല്ലും തോറും പഠിക്കാൻ പറ്റാതെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ 60 വയസ്സ് കഴിഞ്ഞവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയാൽ എനിക്ക് ഉപകാരമാണ്. 3 പേര് 4 പേരുണ്ട്. മതിയോ? ഒരാളുണ്ടായാലും മതിയോ? ആ കൈപൊക്കിയ 4 പേരും ഏതാണ്ട് 50കളിലായിരിക്കണം അവരുടെ മട്രിക്കുലേഷൻ കഴിഞ്ഞിട്ടുണ്ടാവുക. Am I right? Am I right? 50-60കളിലായിരിക്കണം. മിക്കവാറും അവർ പഠിച്ചിട്ടുണ്ടാവുക അന്ന് ഗവൺമെന്റ് സ്കൂളുകളിലായിരിക്കും. മിക്കവാറും. അല്ലെങ്കിൽ ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്ന എയ്ഡഡ് സ്കൂളുകൾ. Is it right? കാരണം ഒന്ന്, വേറെ സ്കൂളുകളില്ല. കേരളത്തിൽ ഒരുതരം സ്കൂളുകളെ അന്നുള്ളൂ. അവർ പഠിച്ചത് മിക്കവാറും ESLC ആയിരിക്കില്ല, SSLC ആയിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. SSLC ആണ്. കാരണം മട്രിക്കുലേഷനൊക്കെ അന്ന് നിന്നു. പോയിട്ട് SSLC എന്ന് പറയുന്ന സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സായി മാറിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ 1-2 പേർ 11 കൊല്ലം പഠിച്ചായിരിക്കും SSLC പാസ്സായത്. ബാക്കിയുള്ളവർ 10 കൊല്ലം പഠിച്ചുമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഇവരൊക്കെ 10 കൊല്ലമായിരിക്കും. 11. നീ 11? 10 അദ്ദേഹം 11 കൊല്ലം പഠിച്ചത്. നീ പ്രീ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത് ആണോ? 1 കൊല്ലത്തെ പ്രീ യൂണിവേഴ്സിറ്റി. അവരതായിരിക്കാൻ വഴിയുണ്ട്. അതെ. അപ്പം നിങ്ങൾ 3 പേരതെ നീയോ ഉണ്ടായി. പിന്നെ ഞാൻ കൂട്ടിയത് കുറച്ചുകൂടെ ഇങ്ങോട്ട് പോകുന്ന തലമുറയായിട്ടാണ്. അതായത് 5ാം ക്ലാസ് കഴിഞ്ഞൊരു ഫസ്റ്റ് വീണ്ടും പഠിച്ചു. 1, 2, 3, 4, 5. പിന്നെ വീണ്ടും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്. അങ്ങനെ 6th എന്ന് പറയുന്നതാണ് 10ാം ക്ലാസ്.
നിങ്ങളുടെ 10ാം ക്ലാസ്സാണ് 6th. പക്ഷേ 6th പാസ്സാവുക എന്ന് പറയുമ്പോൾ 11 കൊല്ലമായി. മാത്രമല്ല അതിനെല്ലാം സെപ്പറേറ്റ് മിനിമം ഉണ്ടാവും. മാർക്ക് ബേബി മോഡൽ ഇടിയിലല്ല, ബേബിയാണ് മാർക്ക് ഇടുന്നതിൽ ഏറ്റവും ഉദാരമതിയായത് ബേബിയാണ്. കാരണം ചെറുപ്പക്കാർ കുഴികുത്താൻ കുറഞ്ഞു വരുന്നു എന്ന് കണ്ടപ്പോഴാണ് രാജ്യസ്നേഹമുള്ള ബേബി മുണ്ടശ്ശേരിയിൽ തുടങ്ങിയ പരിഷ്കാരമാണ്. അത് ബേബിയിലൂടെ കടന്ന് പുതിയ ആളിലെത്തിയപ്പോൾ സ്കൂളിലേക്ക് ചെല്ലുന്ന കാളയ്ക്കും ഡിഗ്രി കിട്ടുന്ന കാലമായി. A+ പശുവിനും രാമൻകുട്ടിക്ക് ഒരുമിച്ച് കിട്ടുന്ന കാലമായി. രാമൻകുട്ടി പശുവിനെ കൊണ്ട് സ്കൂളിൽ പോയതാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തെ എടുത്തു നിങ്ങൾ നോക്കിയാൽ ജനാധിപത്യം വന്ന് കാലം മുന്നോട്ട് ചെല്ലും തോറും വിദ്യാഭ്യാസത്തിൻ്റെ നില പരിതാപകരമാവുകയാണ്, ചെലവേറുകയാണ്. സങ്കീർണതയില്ലാതെ, അനാവശ്യ ചെലവുകളില്ലാതെ 1950കളിൽ പഠിക്കാമായിരുന്നു എങ്കിൽ രാജഭരണത്തോട് ചേർന്ന് നിന്ന കാലങ്ങൾ കഴിഞ്ഞ് മുന്നോട്ട് ജനാധിപത്യം പൂത്തുലഞ്ഞു വന്ന കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ പട്ടംതാണുപിള്ളയിൽ നിന്ന് ഉമ്മൻചാണ്ടിയിലേക്ക് ഭരണം ജനാധിപത്യപരമായി വികസിച്ചപ്പോൾ വിദ്യാഭ്യാസം ഇന്ന് വളരെ ചെലവേറിയതായി മാറി. എന്നാലും അത് അമേരിക്കയുടെ ചെലവിനോളം ആയിട്ടില്ല. മനസ്സിലായില്ല. അതുകൊണ്ട് ഇവിടുന്ന് പഠിച്ചൊരുവൻ ഡോക്ടറാവുമ്പോൾ, ഒരുവൻ എഞ്ചിനീയർ ആവുമ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ട്. 60 ലക്ഷം രൂപ കൊടുത്ത് MBBSന് സീറ്റ് വാങ്ങുമ്പോൾ, MDക്ക് 1.25 കോടി കൊടുത്ത് വാങ്ങുമ്പോൾ, 2.5 കോടി കൊടുത്ത് DMന് വാങ്ങുമ്പോൾ അത്രയും ചെലവഴിച്ച് പഠിച്ച് ഇറങ്ങുന്ന ഒരുവന് കിട്ടേണ്ട സാലറി ചെലവാക്കാതെ പഠിച്ചവന് കിട്ടേണ്ട സാലറി അങ്ങനെ തിരിക്കാനാവില്ല. ഡിഗ്രി രണ്ടും ഒന്നാണ്. അമേരിക്കയിൽ ഇതേ പഠിത്തമുള്ളവൻ കൊടുക്കേണ്ട സാലറി അമേരിക്കയിലെ പഠിത്ത ചെലവിനനുസരിച്ചാണ് അവിടുത്തെ സാലറി. മനസ്സിലായില്ല? ഈ വ്യത്യാസം അറിയാതെയാണ് നിങ്ങളിൽ പലരും ചാടി അങ്ങോട്ട് പോകുന്നത്. ഇവിടെ പഠിച്ചിട്ട് ഒരുത്താൻ പോകുമ്പോൾ അവിടുത്തെ ചെലവ് കെട്ടിവെച്ചിട്ട് മാത്രമേ അവിടെ ജോലിക്ക് പോകാൻ പറ്റുള്ളൂ എന്ന നിയമം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു രാജ്യത്തിന് മാത്രമേ, അത്തരമൊരു ഭരണകൂടത്തിന് മാത്രമേ അസ്ഥിരത ഒഴിവാക്കാൻ കഴിയും. അല്ലാതെ കടന്നു പോകുന്ന എല്ലാ കുടിയേറ്റക്കാരനും രാഷ്ട്രത്തെ അസ്ഥിരമാക്കും. അവനെല്ലാം രാജ്യദ്രോഹം ചെയ്യും. രാജ്യസ്നേഹം ഒരിക്കലും ഉണ്ടാവില്ല. നിങ്ങളുടെ മനസ്സുകൾ ഇപ്പോൾ പോകുന്നത് എനിക്ക് വായിക്കാം. എന്നെ വെടിവെച്ച് കൊല്ലണം എന്നായിരിക്കും. ഞാൻ പറയുന്നത് വിപ്ലവമൊന്നുമല്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ മാത്രമേ ഭാരതീയ ദർശനങ്ങൾ നിങ്ങൾക്ക് അത് കുടിയേറ്റത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ല. അത് സംഘർഷപൂരിതമായ മനസ്സിന് വേണ്ടി ഉണ്ടാക്കിയതല്ല. ഇന്ന് അതൊക്കെ എടുത്ത് കൈകാര്യം ചെയ്യുന്നവർ
കുടിയേറ്റ മനസ്സുകളുള്ളവരും സംഘർഷമുണ്ടാക്കാൻ തുനിയുന്നവരുമാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ഫലം അവർക്ക് ലഭിക്കാതെ പോകുന്നത്. നിങ്ങളുടെ ഇരിപ്പാണ് എന്നെ വീണ്ടും വീണ്ടും വിഷമിപ്പിക്കുന്നത്. എന്തോ കൈവിട്ടു പോയ പോലുള്ള ഒരു ഇരിപ്പ്. ഞാൻ പറഞ്ഞത് ശരിയല്ലെന്നുണ്ടോ? അവിടെ എത്തിക്കഴിഞ്ഞാൽ ഭാര്യ, അമ്മ, മക്കൾ, അച്ഛൻ, ഇവർക്കെല്ലാമുള്ള ശമ്പളം. കേരള ഗവൺമെൻറ്റോ ഇന്ത്യ ഗവൺമെൻറ്റോ സാലറി ഫിക്സ് ചെയ്യുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഭാര്യയ്ക്കും ഭർത്താവിനും കൂടെയുള്ള സാലറി ഫിക്സേഷനാണ് നടക്കുന്നത്. ഓരോ ഉദ്യോഗസ്ഥനും വാങ്ങുന്നത് അവനും അവൻ്റെ കുടുംബത്തിനും കൂടെയുള്ള സാലറിയാണ് വാങ്ങുന്നത്. രണ്ടുപേരും തൊഴിൽ ചെയ്യുന്ന ഒരു നിലവിലേക്ക് വന്നപ്പോൾ സാലറി ഫിക്സേഷൻ്റെ രീതികൾ മാറ്റേണ്ടതാണ്. ഇതുവരെ മാറ്റിയിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് പറമ്പ് കിളയ്ക്കുന്നവന് അവൻ്റെ ഭാര്യയ്ക്കും കൂടെ കണക്കാക്കിയല്ല ശമ്പളം കൊടുക്കുന്നത്. പക്ഷെ ഗവൺമെൻറ് ഫിക്സ് ചെയ്തിരിക്കുന്ന എല്ലാ സാലറിയും കുടുംബത്തെയും കൂടെ പരിഗണിച്ചിട്ടാണ്. ഇത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. നിങ്ങളിൽ അങ്ങനെ ജോലി ചെയ്യുന്നവർക്ക് പോലും അറിയുമോ എന്ന് എനിക്കറിയില്ല. HR പോലും കണക്കാക്കുമ്പോൾ അങ്ങനെയാണ് കണക്കാക്കിയത്. അറിയാവുന്നവരാരെങ്കിലും? ഇല്ല. ദൈവം കണക്ക് കൂട്ടിയിട്ടാണ് ഗവൺമെന്റ് കണക്കിടുന്നത്. DA ആയാലും മറ്റേ സാലറി ആയാലും. കാരണം ബേസിക് സാലറി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ മാനദണ്ഡങ്ങളൊക്കെ എടുത്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫിക്സേഷൻ അങ്ങനെയാണ്. ഒറ്റയാൾ എന്ന നിലയിൽ ഒരു സാലറിയും ഇന്നോളം നമ്മളുടെ ഭരണകൂടങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. എല്ലാ രാജ്യങ്ങളിലും ഇത് ബാധകമാണ്. അമേരിക്കയിൽ ഒരുവന് ശമ്പളം കൊടുക്കുന്നത് അവൻ്റെ കുടുംബം കൂടി പുലർത്താൻ കണക്കിനാണ് കൊടുക്കുന്നത്. കുടുംബത്തെ ചെലവ് കുറഞ്ഞ ഇന്ത്യയിൽ ഇട്ടിട്ട് ചെലവ് കൂടിയിടത്ത് ഇവരുടെ എല്ലാം ചെലവ് ആ കൂടിയ അളവിൽ വാങ്ങി സാലറി വാങ്ങുന്നവൻ ആ പണം സമാഹരിച്ച് ഇവിടെ കൊണ്ടുവന്ന് അതിനെ കൺവെർട്ട് ചെയ്യുമ്പോൾ അവൻ്റെ ഭാര്യയും അമ്മയും അവിടുത്തെ നിരക്കിൽ അവൻ ഇവർക്കായി വാങ്ങിയ ധനം ഇവിടെ ചെലവാക്കാൻ ഒരുങ്ങുമ്പോൾ അതിനോടൊപ്പം മത്സരിക്കാനാവാതെ വിഷമിക്കുന്ന അവനിലുണ്ടാക്കുന്ന അധസ്ഥിതത്വം, കുടിയേറ്റക്കാരനുണ്ടാക്കുന്ന ഈ അധസ്ഥിതത്വമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നമായി ഇന്ന് തീരുന്നത്. ഉദാഹരണം മതിയാവുമെന്ന് തോന്നുന്നു, ക്ലിയറായും തോന്നുന്നു.
മാധ്യമങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചു തരില്ല, ഭരണകൂടങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരില്ല, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ നിന്ന് നിങ്ങളിത് എത്തിച്ചേരില്ല. നിങ്ങൾ വ്യാമോഹിക്കുന്നത് അവിടെ എത്താനാണ്, എത്രയും വേഗം. അതുകൊണ്ട് നിങ്ങളതിൽ തെറ്റ് കാണില്ല. ഞാനും ഒരു അവസരം കിട്ടിയാൽ അമേരിക്കയിലേക്ക് പോയി ഒന്ന് കറങ്ങി വന്ന് എൻ്റെ ആശ്രമമൊക്കെ ഒന്ന് പുഷ്ടിപ്പെടുത്താനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത് തെറ്റാണെന്ന് ഞാനും കണ്ടെത്തുന്നില്ല. പക്ഷെ വസ്തുത ഇതാണ്. ഈ കുടിയേറ്റ മനസ്സുകൾ രൂപാന്തരപ്പെട്ടത് ധനത്തെ ആസ്പദമാക്കിയാണ്, ധർമ്മത്തെ ആസ്പദമാക്കിയല്ല, സ്നേഹത്തെ ആസ്പദമാക്കിയല്ല, ആവശ്യങ്ങളെ ആസ്പദമാക്കിയല്ല. ആവശ്യങ്ങൾ നടപ്പാകുന്നതിന് വേണ്ടുന്ന ധനം സമാഹരിക്കുന്നതിനു പകരം സമാഹരിച്ചു വച്ച ധനത്തിനു വേണ്ടി ആവശ്യമുണ്ടാക്കുന്ന ഒരു സമൂഹം, രണ്ടിൻ്റെയും മനസ്സ് വേറെയാണ്. ആവശ്യങ്ങളില്ലാതിരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ വന്നു ചേർന്നിരിക്കുന്നതായ ധനം വച്ചുകൊണ്ട് നിങ്ങൾ ബുദ്ധിയിലാണ് ആലോചിക്കുന്നത്, ഈ ധനം കൊണ്ട് എന്ത് ചെയ്യണം. മനസ്സിലായില്ല? ധനമില്ലാതിരിക്കുക ഒരാവശ്യം നിങ്ങൾക്കുണ്ടായാൽ ആ ആവശ്യം എങ്ങനെയാണ് നടപ്പാക്കേണ്ടത് എന്ന വേവലാതിയോടുകൂടി നിങ്ങൾ ഓടുമ്പോൾ വന്നു ചേരുന്ന ധനത്തിൻ്റെ ഓരോ അംശവും അതിസൂക്ഷ്മതയോടെയാണ് നിങ്ങൾ ചെലവാക്കുന്നത്. മനസ്സിലായില്ല? ആ സമയത്ത് നിങ്ങളൊരു പുരോഹിതനെ വിളിച്ചൊരു കർമ്മം ചെയ്യിപ്പിച്ചാൽ അയാൾക്ക് നിങ്ങളൊരു ദക്ഷിണ കൊടുക്കുമ്പോൾ, അയാൾക്ക് നിങ്ങളൊരു ആഹാരം കൊടുക്കുമ്പോൾ ഒക്കെ അതിൽ സൂക്ഷ്മതയുണ്ട്. ഇസ് ഇറ്റ് റൈറ്റ്? സമാഹരിച്ചു വച്ചിരിക്കുന്ന ധനം ചെലവാക്കി നിങ്ങൾ ഇത്തരം കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സൂക്ഷ്മതയില്ല എന്ന് മാത്രമല്ല, അത് മേടിച്ചുകൊണ്ട് പോകുന്ന ആൾ സൂക്ഷ്മതയില്ലാത്തവനായി തീരുക എന്ന് മാത്രമല്ല, ആ അളവിൽ കിട്ടാത്തവനോടൊക്കെ നിന്ദ കാണിക്കുന്നവൻ കൂടിയായി. ഞാൻ സമാഹരിച്ചു വച്ചിരിക്കുന്ന ഒരു ധനമെടുത്ത് എൻ്റെ മുറ്റത്ത് പണിക്ക് വന്ന ഒരുവന് ആ നാട്ടിലെ വ്യവസ്ഥിതിക്ക് അതീതമായി ധനം വാരി കൊടുക്കുകയോ അതിനു പറ്റിയ ആഹാരങ്ങൾ കൊടുക്കുകയോ മദ്യം വാങ്ങിക്കൊടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ എന്നോടുണ്ടാകുന്ന അടുപ്പം പണത്തിൻ്റെ അടുപ്പമാണ്. മനസ്സിലായില്ല? നിങ്ങൾ അവനെ വിളിച്ചൊരു പണി പറഞ്ഞാൽ സൗകര്യമില്ല എന്ന് പറയും. അല്ലെങ്കിൽ ഞാൻ കൊടുത്ത അളവിൽ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റണം. നിങ്ങൾക്കതിന് കഴിവില്ലാതാവുമ്പോൾ നാട്ടിൽ ആവശ്യമുള്ള പണികൾ നടക്കാതെ വരും. ഇതാണ് കേരളം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ദാരിദ്ര്യമുള്ള കേരളത്തിന് വെളിയിൽ നിന്ന് കുടിയേറ്റക്കാർ ഇവിടെ വന്ന് പണിയേണ്ടി വരുന്നത്. കേരളത്തിൽ നിന്ന് കുടിയേറിയവർ കൊണ്ടുവന്ന് ഒഴുക്കിയ ധനത്തിൻ്റെ ബാക്കി പത്രമാണിത്. ഇത് ഇന്ത്യൻ സാമ്പത്തിക തലങ്ങളെ എത്ര ബാധിച്ചിട്ടുണ്ടെന്ന് നിങ്ങളുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ വ്യക്തമായി ചിന്തിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല.
അപ്പം ധർമ്മവും ആവശ്യവും മാറിക്കൊണ്ട് ധനം മുമ്പിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ധനം മുമ്പിൽ വരുമ്പോൾ ഉള്ള വർഗീകരണങ്ങളൊക്കെ ആവശ്യം അടിസ്ഥാനപ്പെടുത്തിയല്ല, ആഡംബരം അടിസ്ഥാനപ്പെടുത്തി. അതിനനുസരിച്ചുള്ള ഗവേഷണങ്ങളാണ് പിന്നെ നടക്കുക. ധനത്തെ മുമ്പിൽ വെച്ച് എല്ലാം ലാഭകരമായി കണക്കാക്കുന്ന വ്യാവസായിക പ്രാധാന്യമുള്ള കൃഷി, വ്യാവസായിക പ്രാധാന്യമുള്ള ജീവബന്ധം, അത് രൂപാന്തരപ്പെട്ട വിദ്യാഭ്യാസവും പരിപാടിയും വരുമ്പോഴാണ് ക്രിമിനലുകളും വർദ്ധിക്കുന്നു. എല്ലാത്തരം ക്രിമിനലുകളും ലോകത്ത് വർദ്ധിക്കുന്നത് അങ്ങനെയാണ്. ഇത് വരാതിരിക്കത്തക്ക വിധമാണ് ഭാരതീയ ദർശനങ്ങൾ രൂപാന്തരപ്പെട്ടു വന്നത്. ഇതാണ് തമ്മിലുള്ള അന്തരം. അതുകൊണ്ട് അവർ ആവശ്യത്തെ അടിസ്ഥാനപ്പെടുത്തി ആയതുകൊണ്ട് ആടുകളെ, പശുക്കളെ, സസ്യങ്ങളെ ഒക്കെ വർഗീകരിച്ചത് ആ ദിശയിലാണ്. നിങ്ങൾ മറന്നുപോയി നമ്മൾ എവിടെയാണ് തുടങ്ങിയത്. ജീവന്റെ പ്രാധാന്യം കൊടുത്ത് കുറിയാടുകൾ, കോലാടുകൾ, ഇങ്ങനെയൊക്കെ ആടിനെ അവർ വർഗീകരിച്ചു. അല്ലാതെ ആടിൽ നിന്ന് എത്ര അളവ് പാല് വർദ്ധിപ്പിക്കാമെന്ന് അവർ ചിന്തിച്ചില്ല. നാച്ചുറലായി ഏതെല്ലാം ഇനം ആടുകളുണ്ട്, അതിൻ്റെ പാലിന് എന്തെല്ലാം ഗുണങ്ങളുണ്ട്, അതിൻ്റെ മൂത്രത്തിന് എന്തെല്ലാം ഗുണങ്ങളുണ്ട്, അതെങ്ങനെയെല്ലാം ഉപയോഗിക്കാം, അതിനെ എങ്ങനെയെല്ലാം നിലനിർത്താം, ഇതായിരുന്നു അവരുടെ ഗവേഷണം. പശുക്കളെ വർഗീകരിക്കുമ്പോൾ അതായിരുന്നു അവരുടെ ഗവേഷണം. അല്ലാതെ 100 ലിറ്റർ പാല് കിട്ടുന്ന പശുവായി ഇതിനെ വർദ്ധിപ്പിക്കാൻ പറ്റുമോ എന്ന ഗവേഷണം അവർ നടത്തിയില്ല. നിങ്ങളുടെ ഗവേഷണങ്ങൾ പലതും ധനത്തെ ആസ്പദമാക്കിയാണ്. ധനത്തിന് മുൻതൂക്കം കൊടുത്താണ് പഠിപ്പിച്ചു വരുന്നത്. നിങ്ങൾ പഠിക്കാൻ പോയതൊക്കെ ധനത്തെ മുൻനിർത്തിയാണ്, സുഖത്തെ മുൻനിർത്തിയല്ല. അതുകൊണ്ട് എത്ര ധനമുണ്ടായാലും നിങ്ങൾ അസ്വസ്ഥരുമാണ്. ധനമുണ്ടായാലും ഇല്ലെങ്കിലും അവർ സ്വസ്ഥരുമാണ്. ധനം സ്വസ്ഥതയ്ക്ക് ഒരു കാരണമായി അവർ കണ്ടില്ല. അത് പ്രത്യേകം ഓർക്കണം. ധനമുണ്ടാകണ്ടെന്ന് അവർ തീരുമാനിച്ചില്ല, ധനമുണ്ടായി പറ്റുമെന്നും അവർ തീരുമാനിച്ചില്ല. നിങ്ങൾക്ക് രണ്ടെന്തേ ഉള്ളൂ. ആദ്യം ധനം ഉണ്ടാക്കും, ധനം നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാക്കും. അപ്പം നിങ്ങൾ തൊഴിൽ വലിച്ചെറിഞ്ഞ് തണ്ടാൻ തുടങ്ങും. അപ്പം നിങ്ങൾ കൂടുതൽ അസ്വസ്ഥരാകും. മനസ്സിലായില്ല? അങ്ങനെയാണ് ഇന്ത്യയിൽ എല്ലാ മതങ്ങളിലും ആചാര്യന്മാരിന്നുണ്ടാകുന്നത്. റാറ്റ് റേസിൽ വിദ്യാഭ്യാസം നേടാൻ പോയി ധനം ഉണ്ടാക്കാൻ ശ്രമിക്കും. എല്ലാ കുണ്ടാമാണ്ടികളിലും ചാടി പണം ഉണ്ടാക്കി വരുമ്പോൾ ഭാര്യ തള്ളും, ഭർത്താവ് തള്ളും, അച്ഛനമ്മമാർ തള്ളും. ഏറ്റവും അടുത്തിരിക്കുന്നവർക്കാണ് ധനവാനോട് ഏറ്റവും നിന്ദയുണ്ടാകുന്നത്. ധനമുണ്ടാക്കിയ എല്ലാവനോടും അവനോട് ഏറ്റവും ചേർന്നിരിക്കുന്ന ആളുകൾക്ക് നിന്ദയാണ്. ധനമുള്ള ഗുരുക്കന്മാരെ നിന്ദിക്കുന്നത്
പുറത്ത് അത്ഭുതാദരങ്ങളോടെ ബഹുമാനിക്കുന്ന ജനങ്ങളല്ല, അവരുടെ ഏറ്റവും അടുത്ത ശിഷ്യഗണങ്ങളാണ്. എന്നാൽ കഞ്ഞി കുടിക്കേണ്ടതുകൊണ്ട് ചുറ്റിപ്പറ്റി ഉണ്ടാവുകയും ചെയ്യും. ധനവാനായ തന്തയെ ഏറ്റവും നിന്ദിക്കുന്നത് മക്കളാണ്. എന്നാൽ വീട് വിട്ടു പോവുകയും ധനവാന്റെ ഭാര്യയാണ് വേലക്കാരിയോട് ഇടവേളയിൽ പറയുന്നത്, എന്തൊരു ജീവിതം. അപ്പോൾ അവള് പറയും, കൊച്ചമ്മേ എന്തിൻ്റെ കുറവാണ് ഇവിടെ ഉള്ളത്. എനിക്കാണെങ്കിൽ വളരെ ബുദ്ധിമുട്ട്, പിള്ളേരെ പഠിപ്പിക്കാൻ, വീട് നോക്കാൻ ഒക്കെ ബുദ്ധിമുട്ട്. രാപകൽ ഇവിടെ വന്ന് കിടന്ന് പണിതാൽ പോലും രണ്ടറ്റം കൂട്ടിമുട്ടുകയില്ല. കൊച്ചമ്മയ്ക്ക് എന്തിൻ്റെ നിനക്കത് പറയാം. പാൽപ്പായസം ഉണ്ടാക്കി അത് കോളാമ്പിയിൽ വിളമ്പി കഴിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയണമെങ്കിൽ നീ എൻ്റെ സ്ഥാനത്താവുമ്പോഴേ മനസ്സിലാവും. ആ ധനപരമായ ഏറ്റവും വലിയ ഉയർച്ചയിൽ അവൾ അസ്വസ്ഥയാണ്. Am I right? ഇങ്ങനെ വരുമ്പോഴാണ് ധനത്തെ നിന്ദിച്ച് പുറത്തിയാടുന്ന കുറേ ആളുകൾ. അങ്ങനെയാണ് മിക്കവാറും ത്യാഗികളെന്ന പട്ടികയിൽപ്പെടുന്ന ക്രിസ്തീയ ഹിന്ദു സന്യാസിമാരൊക്കെ ഉണ്ടാകുന്നത്. മിക്കവാറും നേരത്തെ ശീലിച്ച ആഡംബരങ്ങൾ, നേരത്തെ ശീലിച്ച ആവശ്യങ്ങൾ, നേരത്തെ ശീലിച്ച കാര്യങ്ങൾ, ഇവയെ സാധനയനുഷ്ഠിച്ച് ഉപേക്ഷിക്കാതെ ധനം അപകടകാരിയാണെന്ന് അറിഞ്ഞ് ധനത്തോട് വെറുപ്പ് തോന്നി ധനം ഉപേക്ഷിച്ച് പുറത്ത് ചാടി വരുന്ന ആളുകൾ ഇന്ന് വളരെ കൂടുതലാണ്. അങ്ങനെ പുറത്ത് ചാടിക്കഴിഞ്ഞാൽ, സന്യാസിമാർ മാത്രമല്ല ഗൃഹസ്ഥന്മാരും ഇങ്ങനെയുണ്ട്. IT അതുപോലുള്ള മേഖലയിലൊക്കെ നിന്ന് നല്ല സാലറിയൊക്കെ വാങ്ങിച്ച് ഒരു സുപ്രഭാതത്തിൽ ഇതിന് മടുപ്പ് തോന്നി അതിനോട് വെറുത്ത് ആ ജോലിയൊക്കെ അങ്ങ് രാജിവെച്ച് സാധാരണക്കാരനായി ജീവിക്കാമെന്ന് വിചാരിച്ചു. ഈ സാധാരണക്കാരനാകാൻ തുടങ്ങുമ്പോൾ പല ആഡംബരങ്ങളും ആവശ്യങ്ങൾ പോലെയായിത്തീരും. അപ്പോൾ ധനം വേണ്ടി വരും. അങ്ങനെയാണ് സന്യാസം കഴിഞ്ഞ് പിന്നെ ഏറ്റവും കൂടുതൽ മര്യാദകേടിൽ ധനം സമ്പാദിക്കാൻ പിന്നെ പോകേണ്ടി വരും. ഇതൊക്കെ ധനം കളിക്കുന്ന കളിയാണ്. അതുകൊണ്ട് ധനം ഉണ്ടായാലെന്ത് ഇല്ലെങ്കിലെന്ത് എന്നതും ധനം ഇല്ലാതാകുക എന്നതും ധനം ഉണ്ടാവുക എന്നതും ആയിട്ട് വ്യത്യാസമാകുന്നു. മനസ്സിലായോ എന്നറിയില്ല. ധനം അവിടെ ഒരു കാര്യമേ അല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് രണ്ടെന്താ ഉള്ളത്. ഒന്നുകിൽ ധനത്തിന് വേണ്ടി ഓടുക, പിന്നെ ധനത്തെ എതിർത്തോടുക. രണ്ടും ഒരുപോലെ തന്നെയാണ്. അത് നിങ്ങളുടെ സംഭാഷണങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ബോധ്യമാവും. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി, ഞാൻ വന്ന് ശ്രദ്ധിച്ച് പറഞ്ഞു തരണ്ട. നിങ്ങൾ നിങ്ങളുടെ സംഭാഷണങ്ങളെ ശ്രദ്ധിച്ചാൽ മതി. ധനത്തോടുള്ള നിങ്ങളുടെ സമീപനങ്ങൾ നോക്കിയാൽ മതി. അതിൽ നിങ്ങൾക്ക് ഈ അറിവ് കിട്ടില്ല. അത് പ്രാഥമികമായി പഠിക്കണം. പ്രാചീനൻ ധനത്തെ ആസ്പദമാക്കിയല്ല, ധർമ്മത്തെയും ആവശ്യത്തെയും അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പഠനങ്ങൾ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഓരോന്നിനെ വർഗീകരിക്കുമ്പോഴും അവർക്ക് ആ നിയമം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ പാലിൻ്റെയും വ്യത്യാസം അവർ തിരിച്ചറിഞ്ഞിരുന്നു. ഓരോ ജീവിയുടെയും വ്യത്യാസം അവർ തിരിച്ചറിഞ്ഞു. നിങ്ങൾ ധനത്തെയാണ് കണക്കാക്കുന്നതെന്നുള്ളത് കൊണ്ട് പലപ്പോഴും
എളുപ്പവഴിയും ധനവും ആസ്പദമാക്കിയാണ് ചിന്തിക്കുന്നത്. ആയുർവേദ മരുന്നൊരു ഡോക്ടർ എഴുതി തന്നാലും ഇത് ആട്ടുംപാൽ ചേർത്ത് കഴിക്കണം, പാല് പോരെ. ആട്ടുംപാൽ വേണമെന്നെന്താ നിർബന്ധം? പശുവും പാലായാലും പോരെ. ഈ പശുവും പാല് തന്നെ വേണമെന്നെന്താ നിർബന്ധം? മിൽമാപ്പാല് പോരെ. അപ്പം നിങ്ങൾ തന്നെ ചോദിക്കുന്ന ചോദ്യത്തിനകത്ത് മിൽമാപ്പാല് പശുവിൻ പാലല്ല എന്ന് വ്യംഗ്യമുണ്ട്. തമിഴ്നാട്ടിലെ കഴുതപ്പാല് വരെ പെടാം. പാലല്ലാത്ത പലതും പെടാം. മിൽമ തന്നെ ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ട് ഞങ്ങളുടേത് പാലല്ല. ഒരു കേസ് വന്നപ്പോൾ ആം ഐ റൈറ്റ്? മറ്റേ ശുദ്ധമായ പശുവിൻ പാൽ എന്നുള്ള പാക്കറ്റിനെതിരെ ആരോ കേസ് കൊടുത്ത് മേന്മ എന്നൊക്കെ പറഞ്ഞു വന്ന് അതിനെതിരെ ആരോ കേസ് കൊടുത്ത് ഈ ഇടെ അതിൻ്റെ പ്രധാനപ്പെട്ട ആൾ തന്നെ കോടതിയോട് സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കേട്ടത്. ഇറ്റ്സ് ട്രൂ? അങ്ങനെ മാറ്റിയും തോന്നുന്നത്. അതിൻ്റെ കാരണം അതാണ്. കാരണം ധനമാണ് നിങ്ങളുടെ. കാരണം വെച്ചാൽ വീട്ടുപടിക്കൽ പാലെത്തുമല്ലോ. അത് മാത്രമാണ് നിങ്ങൾ ചിന്തിച്ചത്. കാരണം ഇത് സദാചാര മര്യാദകളോടുകൂടി ജീവിച്ച ഒരു ജനതയുടെ ഒസ്യത്താണ് ഭാരതീയ ദർശനങ്ങളും ഭാരതീയങ്ങളായിരിക്കുന്ന ചിന്തകളും. അത് തനി വർഗീയമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ജീവിക്കുന്ന ഒരു വർഗത്തിനു വേണ്ടിയുള്ളതാണ്. അതിന് തർക്കമില്ല. അതിന്ന് നിങ്ങൾ കേൾക്കുന്ന ഹിന്ദുവിൻ്റെ അല്ല, ക്രിസ്ത്യാനിയുടെ അല്ല, മുസ്ലിമിൻ്റെ അല്ല. അങ്ങനെ ജീവിക്കാൻ തയ്യാറാകുന്നവന് മാത്രമേ അത് മനസ്സിലാവുള്ളൂ, അത് ചെയ്യാൻ കഴിയുള്ളൂ, അത് അനുഭവവേദ്യമാവുള്ളൂ. അത് സംഘടിതമല്ല. സംഘടിതമായി മനസ്സിലാക്കാൻ പറ്റില്ല. ബുദ്ധി ഹൃദയത്തിലേക്ക് താന്ന ജീവന്റെ പ്രാധാന്യം അറിയുന്നവന് മാത്രമേ മനസ്സിലാവൂ. അതുകൊണ്ടാണ് അവരിതിനെ വർഗീകരിച്ച രീതി. അത് വന്നപ്പോൾ ഞാനൊന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. വിഷയം വിട്ടാണ് പറഞ്ഞത്, സംശയമില്ല. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ അത്രയും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം എന്നെനിക്ക് തോന്നിയുകൊണ്ടാണ്. ചരകമൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ചരകനൊക്കെ എഴുതുമ്പോൾ ഇത് വളരെ മുമ്പിൽ വെച്ചാണ് എഴുതി. പശുവിൻ പാൽ, കുറിയാട്ടിൻ പാൽ, കോലാടിൻ പാൽ, എരുമപ്പാൽ, ഇതിൽ ജീവനീയ ഗണം അരച്ചു ചേർത്ത് നെയ്യും രസാഞ്ജനവും തേനും ശർക്കരയും ചേർത്ത് വസ്തി ചെയ്താലും പ്രവാഹണം ശമിക്കും. നല്ല ഉദാഹരണം പറഞ്ഞാൽ ക്രിസ്തുമതത്തെ ഇന്ന് നശിപ്പിച്ചിട്ടുള്ളത് മുഴുവൻ ലോകമെമ്പാടും ക്രിസ്തുമതത്തിലേക്ക് കുടിയേറിയ ആളുകളാണ്. ഇന്ത്യയിൽ ക്രിസ്തുമതത്തിന് ഇത്രയേറെ അപജയം വന്നിട്ടുള്ളത് എത്ര ഹിന്ദുക്കൾ മതം മാറി അതിൻ്റെ ടോപ്പിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് നോക്കിയാൽ മതി. വേറെ രണ്ടാമതൊരു നോട്ടം നോക്കണ്ട. മുസ്ലിങ്ങൾ ഇസ്ലാമിക നന്മകൾ എവിടെയെല്ലാം ഇല്ലാതായിട്ടുണ്ട് അവിടെയെല്ലാം ഇസ്ലാം തഥ്യയിലേക്ക് തതാതു പ്രദേശങ്ങളിൽ മതം മാറിക്കേറിയവർ തന്നെയാണ് അതിനെ നശിപ്പിച്ചിരിക്കുന്നത്. ഹിന്ദുമതത്തിന് എന്തെങ്കിലും വിനാശം വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടി തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളവർ തന്നെയാണ്. ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്നെ വെടിവെച്ച് കൊല്ലണമെന്ന് തോന്നും. പക്ഷെ നിങ്ങൾ വസ്തുനിഷ്ഠമായി പഠിച്ചുകൊള്ളുക. കാരണം ഒരുവനും അവൻ അനുഷ്ഠിച്ചു പോരുന്ന ആചാരങ്ങളോ അവൻ്റെ വിശ്വാസ പ്രമാണങ്ങളോ മാറ്റാൻ പറ്റില്ല. കേരളത്തിൽ
മതത്തെ പരിഗണിക്കാതെ വിവാഹം കഴിച്ച കുടുംബങ്ങൾ നോക്കിയാൽ മതി. വളരെ നല്ലവരായ ആളുകൾ എത്ര സംഘർഷത്തിലാണ് രണ്ട് കുടുംബവും യോജിപ്പിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് എന്ന് നോക്കിയാൽ മതി. നരകയാതനയാണ് പലപ്പോഴും അനുഭവിക്കുക. കാരണം ഒരു മതത്തിൽ വിശ്വാസമുള്ളയാൾ മറ്റേ മതത്തോട് വിശ്വാസമുള്ള ആളുകളെല്ലാം ഇതിങ്ങനെ ശവസംസ്കാരം വേണമെന്ന് പറയും, ഇതിങ്ങനെ ചെയ്യണമെന്ന് പറയും, ഇങ്ങനെ പിള്ളേരെ കൊണ്ടുപോകണമെന്ന് പറയും, പിള്ളേരെ ഈ മതത്തിൽ തന്നെ കല്യാണം കഴിപ്പിക്കണം, മറ്റവരങ്ങനെ പറയും. രണ്ടും കൂടെയുള്ള സംഘർഷത്തിനകത്ത് ഇത് യോജിപ്പിക്കാൻ പറ്റാതെ ചിലപ്പോൾ ഭാര്യ, ചിലപ്പോൾ ഭർത്താവ്, ചിലപ്പോൾ ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ നല്ലവരാണ് ഭാര്യയും ഭർത്താവുമെങ്കിൽ രണ്ടുപേരും കിടന്ന് വിഷമിക്കുകയായിരിക്കും രണ്ട് സമുദായങ്ങളെ യോജിപ്പിച്ചുകൊണ്ട്. അപ്പോൾ ഒരാൾ ത്യാഗത്തോടുകൂടി അപ്പുറത്തേക്ക് ആയിക്കോട്ടെ എന്ന് പറയും, അപ്പോൾ ഇയാൾ പറയും അപ്പുറത്തേക്ക് ആയിക്കോട്ടെ, എനിക്ക് വിരോധമില്ല എന്ന് പറയും. പക്ഷേ വരുന്നവരെ മുഴുവൻ യോജിപ്പിക്കാൻ കുട്ടികളുടെ സംഘർഷം എത്രയായിരിക്കും? ഇതെല്ലാം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ശരിയാണെങ്കിൽ മാത്രം ഞാൻ പറഞ്ഞത് സ്വീകരിച്ചാൽ മതി. ഈ സംഘർഷമൊന്നും മതങ്ങൾ പരിഗണിക്കില്ല, ഈ സംഘർഷങ്ങളൊന്നും സംഘടനകൾ പരിഗണിക്കില്ല. ഈ മനുഷ്യൻ അനുഭവിക്കുന്ന ഈ സംഘർഷങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിനെക്കുറിച്ച് ബുദ്ധിജീവികൾ ചിന്തിക്കില്ല. ശരിയാണെങ്കിൽ ആലോചിച്ചാൽ മതി. ഞാൻ പറഞ്ഞത് തെളിച്ചെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തീരുമ്പോഴെല്ലാം നിങ്ങളുടെ ഉള്ളിൽ തോക്കില്ലല്ലോ എന്ന ദുഃഖമുണ്ട്. മറ്റൊന്നിനുമല്ല, എന്നെ വെടിവെക്കാൻ. ആലോചിച്ചോ?